പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാത്ത നടപടി ചോദ്യം ചെയ്യുമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റേതാണ് തീരുമാനം. ബീഹാർ വോട്ടർ പട്ടിക വിഷയം ഒറ്റക്കെട്ടായി ഉന്നയിക്കുമെന്നും യോഗം തീരുമാനിച്ചതായി എം.എ. ബേബി വ്യക്തമാക്കി. പഹൽഗാമിൽ നടന്ന അതിനിന്ദ്യമായിട്ടുള്ള ഭീകരവാദ ആക്രമണവും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളിൽ അതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ആൾ പാർട്ടി മീറ്റിങ്ങുകൾ ഒന്നിലധികം കൂടിയെങ്കിലും അതിലൊന്നിലും പങ്കെടുക്കാതെ ബീഹാറിലെ മുൻകൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, അതിന് തയ്യാറായില്ല. ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ പ്രത്യേക അസംബ്ലി സെഷൻ വിളിച്ചു കൂട്ടിയിരുന്നു, പക്ഷേ പ്രധാനമന്ത്രി തയ്യാറായില്ല. ഈ പ്രശ്നം അതിഗൗരവമായിട്ട് ഉന്നയിക്കണം. ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ 2-3 ദിവസം ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്നവരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ പിന്തുടർന്നു പോന്നിട്ടുള്ളത് 6 മാസമെങ്കിലും ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഇലക്ടറൽ റോളിലേക്ക് പുതുതായിട്ട് അവരുടെ പേര് ചേർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് ആളുകളെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റാനുള്ള പ്രവർത്തനം SIR എന്നുള്ള പേരിൽ ഇവർ നടത്തുന്നു. മറുഭാഗത്ത് സംഘപരിവാറിൻ്റെ ആളുകൾ കൊണ്ടുവന്ന് ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും. അവരെ ഒരു പരിശോധനയും കൂടാതെ ചേർക്കാൻ ബൂത്ത് ലെവൽ ഇലക്ടറൽ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന ഒരു നിർദ്ദേശം വാക്കാൽ നൽകപ്പെടുകയാണ്. അപ്പം ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ ഒരു നീക്കമുണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ അത് CPIM ആണ് അവതരിപ്പിച്ചത്. അതും ഗൗരവമായിട്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള യോഗമായിരുന്നു. എന്തൊക്കെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ? അസിത, തീർച്ചയായും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരുമിച്ചുള്ള യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ളത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സുരക്ഷാ വീഴ്ചകൾ, അതോടൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഒന്നടങ്കം തീരുമാനമെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഈ മോദി ബീഹാറിൽ എത്തിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയും ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കശ്മീർ മുഖ്യമന്ത്രി ഉൾപ്പെടെ തടവിലാക്കിയ വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട രാജ്യത്തെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും വിലക്കയറ്റം, കർഷക ആത്മഹത്യ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്തും ഇതും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ സർവകക്ഷി യോഗം ചേരുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഈ ഒരു യോഗത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ മുന്നോട്ട് വെക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ M.A. ബേബി അടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്.